അത് നിങ്ങൾ തീരുമാനിച്ച എങ്ങനെ ശരിയോ? അതായത് ഞാൻ പറഞ്ഞത് എന്നെ പറയാൻ സമ്മതിക്കുക. അത് സ്വാഭാവികം. അതായത് നിങ്ങൾ നേരത്തെ ചോദിച്ചതിന് കാര്യം പറയട്ടെ. ഈ UDF സംവിധാനത്തിലാണ് 102 സീറ്റ്. UDF എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഒരുപാട് പ്രതിസന്ധി നേരിട്ടപ്പോഴും ഒക്കെ എന്തിന് ബാബറി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാട് അത് കൃത്യമായ മതേതര നിലപാടാണ്. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാനുള്ള ഒരു നടപടിയും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല, ഒരംശം ഉണ്ടായിട്ടില്ല. എപ്പോഴും ആ മതേതര നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം. ഡൽഹിയിൽ വലിയ പോരാട്ടങ്ങൾ നടന്നു. നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എത്ര ദിവസമാണ് ED പീഡിപ്പിച്ചത് ചോദ്യം ചെയ്യുന്നുള്ള പേരിൽ. അന്നൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന MP ആണ്, 75 വയസ്സിലധികമുണ്ട്, ET മുഹമ്മദ് ബഷീർ. ഞങ്ങളോടൊപ്പം അറസ്റ്റ് വരിച്ച് ഞങ്ങളോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടിയാണ്. അതുപോലത്തെ ഏറ്റവും അടുപ്പമുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുക. രണ്ട് ശരീരമാണെങ്കിൽ ഒരു മനസ്സാണ്. കേരള കോൺഗ്രസ് നിങ്ങൾ ആലോചിക്കും, ഇവിടെ കിട്ടിയ 7 സീറ്റുകളുണ്ട്. UDFന്റെ ഒപ്പം നിന്ന് കേരള കോൺഗ്രസിനെ ജനം അംഗീകരിച്ചു. മറ്റേ കേരള കോൺഗ്രസ് പൂജ്യമായി പോയത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ കാണിക്കുന്ന ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഹൈക്കമാൻഡാണ് അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചത്. എല്ലാ ഘടകകക്ഷികളുടെയും പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്തു. ഇത് LDF അല്ല, CPM അടിച്ചേൽപ്പിക്കുന്നത് CPIക്കാർ തലകുലുക്കി അംഗീകരിക്കണ പോലെയല്ല. UDFൽ പണ്ടും വിശാലമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ പരസ്യമായി പറഞ്ഞു. ഇതിപ്പോൾ അവർ പരസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡ് ക്ഷണിച്ചത് പ്രകാരം വന്നു, അവരുടെ അഭിപ്രായം പറഞ്ഞു, ജനവികാരം, അവരുടെ സംഘടനാപരമായ അഭിപ്രായം, അതൊക്കെ അവർക്ക് പറയാൻ അവകാശമുണ്ട്. അവരുടെയും കൂടി വോട്ട് നേടിയ 102 സീറ്റ്. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. എങ്ങനെ എന്താ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? അവര് സമദൂര നിലപാടെടുത്ത് എത്ര വർഷം? നിങ്ങൾ ഈ ഭൂമിയിലൊന്നും അല്ല. ആദ്യകാലം ഞാൻ ചോട്ടാ വിമോചന സമര അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. NSS, SNDP എല്ലാ സാമുദായിക സംഘടനകളുമായിട്ട് കോൺഗ്രസിന് അടുത്ത ബന്ധമുണ്ട്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള സംഘടനകളാണ് അവർ. ഭരിക്കുമ്പോൾ പലതരത്തിലും അനുകൂലിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അതൊന്നും ഒരു അസഹിഷ്ണുതയോടുകൂടി കാണുന്ന പാർട്ടിയല്ല കോൺഗ്രസ്, പ്രത്യേകിച്ച് UDF. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തോൽക്കാനുള്ള കാരണം എന്താ? ഇവരെല്ലാവരും കൂടെ വിമർശിച്ചിരുന്നു ഭരണത്തിനെതിരായിട്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഭരണത്തിൽ വരായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. തോറ്റാലും ജയിച്ചാലും അവരുടെ അഭിപ്രായം ഞങ്ങൾ കേൾക്കാറുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അവരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങളിൽ അത് മറ്റ് സംഘടനകൾക്ക് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല. അത് അവരുടെ അഭിപ്രായം. പാർട്ടി തീരുമാനം പാർട്ടിയിൽ എടുക്കേണ്ടത്. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, നിലപാടുകളാണ് ഓരോ വിഷയത്തിലും. ഇപ്പം എല്ലാറ്റിനും അന്ധമായി എതിർക്കുന്ന ആളല്ല VD സതീശൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ KC വേണുഗോപാൽ. ചില വിഷയങ്ങളിൽ ചില എതിർപ്പുകളുണ്ടാവും, അത് അസഹിഷ്ണുത ഉണ്ടാവും. അത് എന്നും വഴക്കൂടാനല്ലല്ലോ. ആ നിലപാടുകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് വലിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ളത്. അത് ജാതി മത വിരുദ്ധമല്ല, എല്ലാവരെയും സംയോജിപ്പിച്ചു പോകുക എന്നുള്ളതാണ്. അതിൽ നല്ല രീതിയിൽ ആശയവിനിമയം എല്ലാവരുമായിട്ടും നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പറവൂര് അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് ഏറ്റവും കൂടുതൽ NSS യൂണിറ്റുകളുണ്ട്. അവിടെ എത്രയും ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ എത്രയും ഭൂരിപക്ഷം? അതിന് മുമ്പത്തെ എത്രയും ഭൂരിപക്ഷം? അപ്പോൾ നിലപാടുകളാണ്. അന്ധമായിട്ട് NSSനെയോ SNDPയോ എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവില്ല, നിങ്ങളുടെ അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ജാതി മത സംഘടനകളെ എതിർക്കുകയല്ല, അങ്ങനെ ഒരു ജാതി മത സംഘടനകൾക്ക് വഴങ്ങി മതേതരത്വത്തിന് കളങ്കം വരുത്തരുത് എന്നുള്ള നിലപാട് VD സതീശനുണ്ട്. അല്ലാതെ ഒരു മതത്തിനോ ഒരു ജാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അദ്ദേഹം എതിർക്കുന്നത് കണ്ടിട്ടില്ല. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ.
മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം UDFിലെ ഘടകകക്ഷിയാണ്. പല സീറ്റിലും മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി കോൺഗ്രസും, പല സീറ്റിലും കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി മുസ്ലിം ലീഗൊക്കെ ജയിക്കുന്നതാണല്ലോ മുന്നണി എന്ന് പറഞ്ഞത്. ആ മുന്നണിയിലുള്ള ആളുകൾക്ക് അവർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലല്ലോ. അവർ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം അവരെ ക്ഷണിക്കുന്നു, അവരെ അഭിപ്രായം കേൾക്കുന്നു. ഇത് എല്ലാ കാലത്തും കേട്ടിട്ടുണ്ട്. ഏത് കാലത്താണ് കേൾക്കാതിരുന്നിട്ടുള്ളത്? അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങല്ല. ഇത് സമവായത്തിലൂടെ ഒരു 2-3 പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമല്ലോ. ആ അഭിപ്രായം കേട്ടു, അതിലെന്താണ് അവർ പറഞ്ഞ് എന്താണ് ഇവർ കേട്ടതെന്നും ആരും പുറത്ത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മുന്നണിയിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എപ്പോഴും സമദൂരം എത്രയോ വർഷമായിട്ട് പാലിച്ചിട്ടുള്ളതാണ് അവരുടെ നിലപാടാണ്. ആ നിലപാടിനെ കോൺഗ്രസ് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആ സംഘടനയുടെ നിലപാടാണ്. അതിൽ ഇഷ്ടമുള്ളവർക്ക് കോൺഗ്രസ്സിന്, ഇഷ്ടമുള്ളവർക്ക് CPMനൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ സമദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടാണ് NSS. അപ്പോൾ അത് ആ നിലപാടിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആ സംഘടനയുടെ തീരുമാനമല്ലേ. ചെന്നിത്തല മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ ഹരിപ്പാടേക്ക് പോയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അതിർത്തിയാണ് ചെന്നിത്തലക്ക് ഉള്ളത് എന്നാണ് ചെന്നിത്തല ക്യാമ്പ് വ്യക്തമാക്കുന്നത്. അല്ല, ഇതൊക്കെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനോടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, ഇടപെടേണ്ടതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കമാൻഡ് ഉണ്ട്. അതൊക്കെ അത് ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പം അതൃപ്തി കാണിക്കേണ്ടെന്നും പറയില്ലല്ലോ. അതൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടത്, അതിനൊക്കെ മറുപടി പറയേണ്ടതും ഉന്നത നേതൃത്വമാണ്. അതൊക്കെ എല്ലാം നല്ല രീതിയിൽ അതൊക്കെ പരിഹരിക്കും. എന്തായാലും ആശങ്കപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും, കേരള സമൂഹത്തിനുമൊക്കെ ഏറ്റവും നല്ല ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെങ്ങനെ എല്ലാ നിലയ്ക്കും വിമർശിച്ചിരുന്നു. വിമർശനം കുറേയൊക്കെ അതിര് വിട്ടുപോയി. ഒരുപാട് കഥകൾ. അല്ല, മുസ്ലിം ലീഗ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത്, അതൊക്കെ അവർക്കറിയാം. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഊതി പെരുപ്പിച്ചുണ്ടാക്കിയതൊക്കെ കുമിള പോലെ ആയല്ലോ. 10 ദിവസം എത്ര കേരളത്തിൽ ഒരു നിങ്ങൾ പത്രപ്രവർത്തനത്തിൽ സീനിയോറിറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ചരിത്രം നോക്കണം. എത്രയോ പ്രാവശ്യം മന്ത്രിമാരെ തീരുമാനിക്കാൻ, സ്പീക്കറെ തീരുമാനിക്കാൻ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എല്ലാ പാർട്ടിയിലും, CPM പോലും നിങ്ങൾക്കറിയാലോ. കേരളത്തിൽ കേരന്തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി മുഖ്യമന്ത്രി എന്ന് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കേട്ടതാ. എലക്ഷൻ കഴിഞ്ഞു, അവിടെ എന്താ ഉണ്ടായത്? അന്ന് MLA അല്ലാതിരുന്ന ആരാ വന്നത്? EK നായനാർ. ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം, മനസ്സിലായോ? അതൊക്കെ പഴയ വിമോചന സമര കാലത്തൊക്കെ പറഞ്ഞു. ഈ കാര്യം ഒന്ന് പറയണം. വന്നിട്ടുണ്ട്. അത് എന്താ കാരണം? അന്ന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടാണ്. ഇതല്ല. അല്ല, ഒരു മിനിറ്റ്, MLA മാരുണ്ടായിരുന്നു അന്ന്, നമ്മളൊന്നും ഇല്ലല്ലോ. അതായത് ഇപ്പത്തെ വിഷയം എന്താ അറിയോ? ഇത് കേക്ക്, ഇപ്പത്തെ വിഷയം EK നായനാര് ഇതേപോലെ MLA അല്ലാതെ അന്ന് കേരളം മുഴുവൻ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു. ആര് പ്രചരിപ്പിച്ചു? ആ പാർട്ടി പ്രചരിപ്പിച്ചു. ഇതൊന്നും കേരള സംസ്ഥാനത്തുള്ള പഴയ ആളുകൾ മറക്കില്ല. ചരിത്രം ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളൂ.